എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീട് അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന ശ്രീഹരിക്ക് വമ്പ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ അച്ചു കൊടുക്കുന്നുണ്ട്. ശ്രീഹരി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം അതൊക്കെ. അതോടൊപ്പം തന്നെ സേതുവിനിട്ടും പല്ലവിക്കിട്ടും പണി കൊടുക്കാനായിട്ട് തക്കം പാർത്തിരുന്ന ഋതുവിന് അങ്ങനെ ഒരു അവസരം കിട്ടുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അച്ചുവിന്റെ മനസ്സ് നല്ല വിഷമമുണ്ട് ശ്രീഹരിയുടെ ഇടപെടലില്ല. കാരണം ശ്രീഹരിക്ക് ഇപ്പോഴും അച്ചുവിനെ തന്റെ ഭാര്യയായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ശ്രീഹരിയുടെ മനസ്സിലൊരു ഈഗോ ഉണ്ട്. താന് അച്ചുവിന് ചേർന്ന പെണ്ണാണോ, അല്ലെങ്കിൽ അവള് വലിയ കുടുംബ മഹിമ പണവും പത്രസൊക്കെയുള്ള വീട്ടില, താനൊന്നുമല്ല ഒരു അനാഥനെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ അച്ചു അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നു. അച്ചുവിനറിയാം ശ്രീഹരി പാവമാണ്. അതുകൊണ്ടാണ് ശ്രീഹരിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ചെറുക്കനായിരുന്നെങ്കിൽ അവനാണെങ്കിൽ വീണടം വിഷ്ണുലോകം എന്ന് പറഞ്ഞ കണക്ക് ഇവിടെ കയറി പറ്റി ഇവിടെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചാണ്. പക്ഷെ ശ്രീഹരി അങ്ങനെയല്ല. പിന്നീട് അച്ചു കുറെയൊക്കെ ഉപദേശിക്കുന്നുണ്ട് ശ്രീഹരിനെ. പിന്നീട് പിറ്റേ ദിവസം ഫുഡ് കഴിക്കാനായിട്ട് അച്ചു ശ്രീഹരിയും കൂടെ പോയിരിക്കുകയാണ്. അങ്ങനെ ബേബിച്ചേച്ചി വന്നിട്ട് അവർക്ക് ഫുഡ് വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് ശ്രീഹരി ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ അച്ചു ഇതെന്താ നോക്കിയിരിക്കണ, കഴിക്കാൻ പറയണ. ബേബിച്ചേച്ചി പറഞ്ഞു ഇനിയിപ്പോ ശ്രീഹരിക്ക് ഞാൻ ഉണ്ടാക്കിയ കറികളൊന്നും ഇഷ്ടപ്പെടായി ഉണ്ടോന്ന് ചോദിക്കാം. ശ്രീഹരി പറഞ്ഞു എന്താ ബേബിച്ചേച്ചി ഇങ്ങനെ പറയണേ, ഞാനൊന്ന് 5 സ്റ്റാർ ഫുഡൊന്നും കഴിച്ചല്ല വളർന്നേ, അറിയാലോ. എന്റെ സാഹചര്യങ്ങളൊക്കെ അറിയാഞ്ഞിട്ടാണോ ബേബിച്ചേച്ചി ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. ഞാനൊരു തമാശ പറഞ്ഞല്ലേ ശ്രീഹരിന്ന് ചോദിക്കാം. അച്ചു പറഞ്ഞു ശ്രീഹരിക്ക് ചെറിയ കാര്യം മതി, പെട്ടെന്ന് ഫീൽ ചെയ്യും ബേബിച്ചേച്ചി എന്ന് പറയാം. അതെ, പാവം ആയതുകൊണ്ടാ അച്ചു. ശ്രീഹരി ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ശ്രീഹരി എന്റെ സ്വന്തം മോനായിട്ട് എനിക്ക് പറക്കുമായിരുന്നെങ്കിൽ. കാരണം എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് ശ്രീഹരിനെ പറയാം. അച്ചുമോൾക്ക് എന്തായാലും കിട്ടിയ ബന്ധം നല്ല അസല് ബന്ധം തന്നെയാന്ന് പറയാം. അങ്ങനെ അവർ സന്തോഷത്തോടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതു സ്വാധീനം കൂടെ അങ്ങോട്ട് വരുന്നത്. പിന്നീട് ബേബിച്ചേച്ചി അവർക്ക് ഋതുവിന് വിളമ്പി കൊടുക്കാൻ നോക്കിയിട്ട് ഋതു പറഞ്ഞു അതെ എനിക്കിപ്പോ വേണ്ടാന്ന് പറയണം. ഇവിടെ അർഹതയില്ലാത്തവരൊക്കെ കയറിയിരുന്ന് കഴിക്കുന്നുണ്ട്. അല്ല ബേബിച്ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വരുന്നവർക്കെല്ലാം വഴിയെ പോകുന്നവർക്കെല്ലാം ഇവിടെ ഫുഡ് വിളമ്പി വെക്കുന്നുണ്ടോ, ഇവിടെ അന്നദാനം വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാ. ബേബിച്ചേച്ചി പെട്ടെന്ന് ചോദിച്ചു എന്താ ഋതുമോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ. അല്ല, ഒരു ജോലിയില്ല കൂലിയില്ല, വെറുതെ 4 നേരം വെട്ടി വിഴുങ്ങ മൃഷ്ടാന ഭോജനം, നല്ല സുഖമായിട്ട് കിടന്ന് ഉറക്കം, ഇതിനൊക്കെ ഇത് എവിടെന്നാ വരുമാനം എന്ന് ചോദിക്കാം. ആരെങ്കിലും കൊണ്ടിട്ട് തരുന്നൊന്നുമില്ലോ, ഞങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് അധ്വാനിച്ചാ ജീവിക്കണേന്ന് പറയാം. ഇത് കേട്ടതും മുഖത്തടിയേറ്റവല്ലേ പോയി ശ്രീഹരിക്ക്. എഴുന്നേറ്റ് പാകാനും വില ഇരിക്കാനും വില. പെട്ടെന്ന് ശ്രീഹരി എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ അച്ചു ആ കയ്യിലും കൂടെ പിടിച്ച് അവിടെ ഇങ്ങോട്ട് ഇരുത്തുവാണ്. ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അച്ചു ചോദിച്ചു നീ ആരെക്കുറിച്ച് ഋതു പറഞ്ഞെന്ന് ചോദിക്കാം. ആരെക്കുറിച്ചെന്നല്ല, പൊതുവായിട്ട് ഞാനിവിടെ പറഞ്ഞാന്ന് പറയാ. ഇവിടെ അധികപ്പറ്റായിട്ടൊന്നും ആരുമില്ല. നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതങ്ങോട്ട് മായ്ച്ചു കളഞ്ഞേരെ ഋതു. നിനക്ക് ഉള്ള പോലെ തന്നെ അവകാശം എനിക്ക് ഈ വീട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ ഭർത്താവാണ് ശ്രീഹരി. ആ മാന്യത കൊടുത്ത് നീ സംസാരിക്കണം എന്ന് പറയാം. പിന്നെ ഒരു ഭർത്താവാണ് പോലും. വഴിയെ പോയ വയ്യാവലി അല്ലെ വേണ്ടാത്തവനെയൊക്കെ പിടിച്ച് വീട്ടിലേക്ക് ഏറ്റു വെച്ചിട്ട് ഭർത്താവോട് പോലും നിനക്ക് നാണമില്ലേ അച്ചു? കണ്ടവനെയൊക്കെ പിടിച്ചേറ്റു വെച്ചിട്ട് ഭർത്താവാന്നും പറഞ്ഞിരിക്കാനായിട്ട്. ഈ കുടുംബത്തിൽ ആരും അംഗീകരിച്ചിട്ടില്ല. പിന്നെ നീ എന്ത് അടിസ്ഥാനത്തിൽ ഇതൊക്കെ പറയണമെന്ന് ചോദിക്കാം. അതെ, എന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ആ താലി ഇങ്ങോട്ട് ഒരുത്ത് കാണിക്കുകയാണ്. ഈ താലി കെട്ടിയ ആളാണ് ശ്രീഹരി, എന്റെ ഭർത്താവാണ്. 4 ആൾ കാണുകയാണ് എന്റെ കഴുത്തിൽ ശ്രീഹരി താലി അർത്തിയത്. പിന്നെ ശ്രീഹരി ഇപ്പം അധ്വാനിക്കാതെ ഫുഡ് കഴിക്കാന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത അങ്ങോട്ട് മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും അധ്വാനിച്ചിട്ടാണല്ലോ കഴിക്കണേന്ന് ചോദിക്കുക. ഋതു പറഞ്ഞു അങ്ങനെ തന്നെയാ, അതെ എന്റെ അച്ഛനുണ്ടാക്കിയ സ്വത്താ എന്ന് ഋതു ചാടി പറയണം. പെട്ടെന്ന് തന്നെ അച്ചു ശാന്ത എന്റെ അച്ഛനും കൂടെ ഉണ്ടാക്കിയ സ്വത്തല്ലേ, പിന്നെ എന്താ ഋതു നിനക്ക് കുഴപ്പം എന്താന്ന് ചോദിക്കണം. ഋതുവിന് ദേഷ്യം വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നാണമില്ലാത്തവന്മാരൊക്കെ കയറി ഇരുന്ന് കഴിക്കും, എത്ര പറഞ്ഞാലും എഴുന്നേറ്റും പോവില്ല എന്നും പറഞ്ഞിട്ട് ആ പാത്രത്തിനിട്ട് ഒറ്റ തട്ടും കൊടുത്തിട്ട് ഋതു അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പെട്ടെന്ന് ശ്രീഹരിക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയെ. ബേബിച്ചേച്ചി പറഞ്ഞു മോൻ ഇതൊന്നും കണ്ടിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഫുഡ് എന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകണ്ട, അമ്മ കഴിക്കാൻ പറയണം. എനിക്ക് വേണ്ട ബേബിച്ചേച്ചി എന്ന് പറയാം. അതേ മോനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, അമ്മ പറയുന്ന പോലെ ആയിട്ട് കൂട്ടിയാൽ മതി, ഇരുന്ന് ഫുഡ് കഴിച്ചേ. ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും, ഇതിലൊന്നും തളരരുത്, എല്ലാം ഒരു ദിവസം ശരിയാവുമെന്ന് ഓർത്താൽ മതി. ഒന്നും അല്ലേലും അച്ചുമോളെ ഓർത്തേ, പാവം അതിനെന്ത് വിഷമാവും. ഒരുപക്ഷെ മോൻ ഇവിടുന്ന് ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാൻ പറയണം. അവസാനം വേണ്ട വിലക്ക് ഇരുന്ന് ശ്രീഹരി കഴിക്കുക. ശ്രീഹരി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അച്ഛനും ഭയങ്കര വിഷമായിപ്പോയി. പിന്നീട് അച്ഛൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീഹരി പറഞ്ഞു അച്ചു ഒരു കാര്യം ചെയ്യാം, ഞാൻ എവിടെ എന്തേലും ജോലിക്ക് പോകാന്ന് പറയാം, അതാമിനെ കുഴപ്പമില്ലെന്ന് പറയാം. എന്തിന്? അല്ല എനിക്ക് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഒത്തിരി മടിയുള്ള കാര്യമാണ്, അറിയാലോ.
അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ഉണ്ട്, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം. അല്ല ശ്രീഹരിക്ക് ഇപ്പൊ അറിയാവുന്ന ജോലി എന്താ? ഞാൻ സേതുവേട്ടന്റെ 12 മണിക്കൊക്കെ പോയിരുന്നു, പിന്നെ ഓട്ടോ ഓടിക്കാനൊക്കെ പോയായിരുന്നു പറയാണ്. അത് ഒരു ചെറിയ ഓട്ടോയാ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഒരു ആപ്പ എടുക്കണമെന്ന്. ഒരു ആപ്പ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഓട്ടോ കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലേ. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു വാടക വീട് എടുത്താണെങ്കിലും താമസിക്കാലോ. അത് മതി എന്ന് പറയാം. ഇവിടെ ഇങ്ങനെ ഈ വലിയ വീട്ടിൽ കിടക്കുന്നതിനോടൊന്നും ഒരു താല്പര്യമില്ല. സ്വസ്ഥത സമാധാനത്തോടും കൂടിയിട്ട് ഒരു കുഞ്ഞു വീട്ടിലേക്കാണേലും എനിക്ക് സമാധാനം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടത് അച്ചു പറഞ്ഞു, അതെ ശ്രീഹരിക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടോന്ന് ചോദിക്കാം. എനിക്കുണ്ട്. ഇവിടെ എനിക്ക് ഭയങ്കര വീർപ്പുമുട്ടലാ. അർഹതയില്ലാത്ത എന്തോ ഞാൻ എടുത്തിരിക്കുന്ന ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ. പക്ഷെ നമ്മുടെ തന്നെയായിട്ട് ഒരു വീടാണെങ്കിൽ ഒരു ചെറിയ വീടാണല്ലോ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും മോഹം മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വലിയ വീടും കാര്യങ്ങളും ഒന്നും വേണമെന്നില്ല. ശ്രീഹരിക്ക് ഇനി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രീഹരി ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് എങ്ങോട്ടെങ്കിലും വാടകയ്ക്കാണെങ്കിലും മാറാം, എനിക്കൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീഹരിനെ സമാധാനിപ്പിക്കുകയാണ് അച്ചു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനെ പല്ലവിനെ അന്വേഷിച്ച് പലിശക്കാരൻ വരുവാണ്. അപ്പൊ പലിശക്കാരൻ വെങ്കടേഷിന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ അച്ചുവിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് ഋതു ചതിച്ചോണ്ടാ ഋതുവിന് അച്ചുവിന്റെ കല്യാണത്തിന് പൈസ കൊടുക്കാൻ കഴിയില്ല എന്നിട്ട് അവളെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയെല്ലാം എടുത്ത് പരസ്യത്തിന് വേണ്ടി ചെലവാക്കി. അപ്പൊ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തോളാനാണ് പൂർണിമ പറഞ്ഞിരുന്നത്. പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് ആ കൃത്യസമയത്ത് അയാളുടെ കയ്യിൽ നിന്നാണ് സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്ത് പല്ലവി സേതും കൂടെ പൈസ വാങ്ങിയത്. അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പോയി കഥ തുറക്കുന്ന പൂർണിമയാണ്. പൂർണിമ ചോദിച്ചു, ആരാന്ന് ചോദിക്കുകയാണ്. ഞാൻ വെങ്കടേശൻ എന്ന്. വെങ്കടേശൻ എന്നാ ആരായാലും അറിയും, പലിശക്കാരൻ വെങ്കടേശൻ. അല്ല ഇവിടെ എന്താ നിങ്ങൾക്ക് കാര്യം എന്ന് ചോദിക്കുക. അല്ല ഈ സേതുവും പല്ലവിയും അതെ ഇവിടെയുണ്ട്, അവരെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ എടുത്ത് അവരെ എന്തിനാ വിളിക്കുന്നത്? അല്ല അവരെ എന്തിനാ വിളിക്കണം എന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാന്ന് പറയാണ്. ഭാര്യയും ഭർത്താവും കൂടെ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് മുങ്ങി നടക്കുക, ഇതുവരെയായിട്ടും എനിക്ക് തന്നിട്ടില്ലെന്ന് പറയാണ്. ഭാര്യയും ഭർത്താവോ? അതെ, നിങ്ങൾക്കെന്താ എന്ന് മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടോ പൂർണ്ണിമ ഒരു നിമിഷം ആലോചിച്ചു. ഭാര്യയും ഭർത്താവും അതെങ്ങനെ ശരിയാവും? കാരണം അന്ന് പൈസ മേടിക്കാൻ ചെന്ന സമയത്ത് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവാന്നും പറഞ്ഞുകൊണ്ടാണ് സേതുവും പല്ലവിയും പൈസ വാങ്ങുന്നത്. അന്ന് കുങ്കുമൊക്കെ ഇട്ട് കൊടുത്താ പല്ലവിയുടെ നെറ്റിയില്. അപ്പൊ ആന ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, അയാൾ അങ്ങനെ വിശ്വസിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്താ. പിന്നീട് പൂർണ്ണിമ അങ്ങോട്ട് എന്നിട്ട് പല്ലവിയോട് ഇതേ പല്ലവി ഒരു വെങ്കടേശൻ കാണാൻ വന്നിരിക്കുന്നു പറയണം. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് ഓടി വന്നു. സേതു ആ കൂടെ വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനും അയാളാണ് വന്നിരിക്കുന്നത്. അയാളെ കണ്ടതും പല്ലവിക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. ഇയാള് ഇവിടെ എന്തിനാണ് വന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പല്ലവി എന്നിട്ട് പറഞ്ഞു, അതെ ചേട്ടാ പൈസ തരാന്ന് പറയണം. പൈസ തരാന്ന് പറഞ്ഞിട്ട് പൈസ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ലല്ലോ. പൈസ കിട്ടാതെ വന്നാൽ ഞാൻ ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം അറിയാൻ മേലേ. ഇത്രയും വലിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാസത്തെ പലിശ തരാനുള്ള പൈസ പോലും ഇല്ല വെങ്ങളേന്ന് ചോദിക്കാം. ഇത് കേട്ടോട്ട് സേതു പറഞ്ഞു, അയ്യോ ചേട്ടാ അങ്ങനൊന്നുമില്ല, ഞാൻ തരാന്ന് പറയണേ, 2 ദിവസത്തിനുള്ളിൽ തരാന്ന് പറയണേ. അതെ പലിശക്കാര്യത്തിലൊക്കെ ഞാൻ വലിയ കൃത്യതയുള്ളവനാ, എനിക്ക് കൃത്യ ഡേറ്റ് തന്നെ പൈസ കിട്ടിയിരിക്കണമെന്ന് പറയണം. ഇത് കേട്ടതും സേതു പറഞ്ഞു, തരില്ലെന്നോ പറഞ്ഞില്ല ചേട്ടാ, ഞാൻ തരാന്ന് പറയണേ. അതെ ഊടായ്പ വർത്താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ ഭാര്യയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാ പണം മേടിച്ചിരിക്കുന്നത്. പോനാത്തന്നെ കുറെ ബ്ലാങ്ക് മുദ്രപത്രത്തിലെ സൈൻ ചെയ്തും മേടിച്ചിട്ടുണ്ട്. പൈസ അന്ന് മുതലും തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഈ വീട് അങ്ങോട്ട് എഴുതിയെടുക്കുമെന്ന് പറയണം. ഇത് കേട്ടതും സേതു ഒന്ന് ഞെട്ടി. അപ്പോഴേക്കും പൂർണ്ണിമ വന്നിട്ടിച്ചു, പൈസയോ? അപ്പൊ നിങ്ങളൊന്നും അറിയത്തില്ലേ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കണം. ഇവര് ലക്ഷങ്ങളെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പലിശയ്ക്ക് എടുത്തിരിക്കുന്നത്, അതും വട്ടി പലിശയ്ക്ക് മേടിച്ചിരിക്കുന്നു പറയാം. ഭാര്യയും ഭർത്താവും കൂടെ കൂടിയിട്ട് കുരങ്ങളിപ്പിക്കാനുള്ള ഭാവമാണെങ്കിൽ അറിയാലോ. ഈ വെങ്കടേഷിനെ ശരിക്കും അറിയത്തില്ലാത്തോണ്ടാന്ന് പറയണം. പൈസ എന്നില്ല ഞാൻ ഇങ്ങോട്ട് വന്ന് പൊറുതു തുടങ്ങും. അപ്പോഴേക്ക് ഋതു സ്വാതിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആഹാ ഇതുണ്ടല്ലോ, ഒരു ലേഡീസ് ഹോസ്റ്റൽ പോലെ ഉണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും സേതുവിന് ശരീരം കൂടെ രക്തവും കൂടെ തിളച്ചു കയറി. അപ്പൊ പിന്നെ പൈസ കിട്ടിയില്ലേലും കുഴപ്പമില്ല, പൈസ കിട്ടുന്ന ഡേറ്റ് കഴിഞ്ഞിട്ടോ ഞാൻ ഇങ്ങോട്ട് വരും, ഇവിടെ വന്ന് പൊറുതു തുടങ്ങും, പിന്നെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം. ഇത് കേട്ടത് സേതു അങ്ങ് എന്നിട്ട് അവന്റെ കോളറിനെ പിടിക്കണം. നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട. എന്റെ പെങ്ങന്മാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. നിനക്കെന്താടാ പൊള്ളിയോ? അത്രയ്ക്ക് നല്ല ചങ്കൂറ്റുള്ള ആണാണെങ്കിൽ നീ പൈസ വന്നിട്ട് പറയടാന്ന് പറയണേ. ഇല്ലെങ്കിൽ നിന്റെ അമ്മയെന്ന് പറയുന്ന സ്ത്രീനെ അവളും നല്ല കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി വൃത്തിയായിട്ട ഭാഷ സംസാരിക്കുകയാണ്. സേതുവിന് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. സേതു അയാളെ കണ്ണത്തടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും പല്ലവി കയറി തടഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ അപ്പൊ എനിക്കിട്ട് പണി തന്നല്ലേ, 2 ദിവസത്തിനുള്ള പൈസ തന്നില്ലെങ്കിൽ ഈ വെങ്കടേഷൻ ആരാ നിന്നെ കാണിച്ചു തരും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ നിമിഷം സേതുവും പല്ലവി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഭാര്യയും ഭർത്താവെന്ന് പേരില പൈസ മേടിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പൂർണ്ണിമ വന്നിരിച്ചു. എന്താ പല്ലവിയെ കേൾക്കണേ? അയാൾ എന്താ പറഞ്ഞിട്ട് പോയത്? ഭാര്യയും ഭർത്താവോ? അല്ല അത് പിന്നെ പൂർണ്ണിമ ഞാന് ഹൃതിയാടി പറഞ്ഞു.
ഇപ്പൊ അങ്ങനെയൊക്കെ ആയ കാര്യങ്ങളൊക്കെ. അല്ല, ഇവിടെ നല്ല ഫ്രണ്ട്സാന്നും പറഞ്ഞാണല്ലോ ഇരുന്നേ. എന്റെ അമ്മേ, നമ്മളെല്ലാം വിഡ്ഢികളാക്കുമായിരുന്നു. ഉം, കണ്ടില്ലേ, പുറത്ത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടാ ഇവര് നടക്കുന്നേ. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലോ ഒന്നുമില്ല, ഞങ്ങളോളം നല്ല ആൾക്കാരില്ലെന്നും പറഞ്ഞോണ്ട്. ഉം, നാണമില്ലമ്മേ ഇത്തരക്കാരെയൊക്കെ വീട്ടിൽ കയറി താമസിപ്പിക്കാനായിട്ട്. ഒന്നുമല്ലേലും ദേ, പ്രായപൂർത്തിയായ വേറെ പെൺകുട്ടികളോടും ചിന്ത വേണം. ഇന്ന് അയാൾ വന്നിട്ട് പറഞ്ഞിട്ട് പോയ ഡയലോഗ് കേട്ടില്ലേ? ഇത് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരൊക്കെ ഇവിടെ കയറി താമസിപ്പിച്ചിരിക്കുന്നത് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ദേഷ്യം വന്നു സേതുവിന്. കാരണം ഇവൾ ഒറ്റ എഴുത്ത് കാരണം ആ കല്യാണത്തിനുള്ള പൈസ കിട്ടാതെ പോയത്. അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ കിടന്ന പൈസ എടുക്കുമായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പെട്ടെന്ന് പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു, സേതു, അല്ല നീ നാണം കെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ചോദിക്കുക. കണ്ട പലിശക്കാരുടെ നിന്നെല്ലാം പൈസ കടം മേടിച്ചിട്ട് അവസാനം അവന്മാരെല്ലാം ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു. പോരാഞ്ഞിട്ട് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പല്ലവി പറഞ്ഞു, പൂർണ്ണിമമ്മേ കൂടുതലൊന്നും പറയണ്ട, എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലല്ലേ. അല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം ഞങ്ങളോട് ആരും പറഞ്ഞില്ല. ഓഹോ, സ്വന്തമായിട്ടപ്പൊ കല്യാണം കഴിഞ്ഞായിരുന്നില്ലേ? എന്നിട്ട് അതെല്ലാം മൂടി വെച്ച് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പൂർണ്ണിമ കയറി പോവാണ്. ഈ സമയം സ്വാതി അങ്ങോട്ട് കയറിപ്പോയി. ഋതു പറഞ്ഞു, കൊള്ളാല രണ്ടെണ്ണം കൂടെ, പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നല്ല പാല് കുടിക്കുമായിരുന്നു അല്ലേന്ന് ചോദിക്കാം. ഈ സമയം സേതു എന്നിട്ട് പറഞ്ഞു, ഒരക്ഷരം മിണ്ടിപ്പോയക്കലെന്ന് പറഞ്ഞു നീയ. അച്ഛൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ അടിച്ചു മാറ്റിയിട്ട് നീ വലിയ വർത്താനം പറയുന്നോടി, കയറി പൊടിയാത്ത എന്റെ കൺമുന്നിൽ പോലും കണ്ടേക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ആ സമയം ഋതു പറഞ്ഞു, ഞാൻ കാണിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോന്നെ. ആകെപ്പാട് ടെൻഷനായിപ്പോയി പല്ലവിക്ക് സേതുവിനും കൂടെ. അപ്പൊ സേതുവിനോട് പല്ലവി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. പൈസ കൊടുക്കണം, കാരണം പല്ലവിയുടെ അക്കൗണ്ടിലാണ് പൈസ ഇല്ല, സേതുവിന്റെ കയ്യിലും പൈസ ഇല്ല. എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ അയാൾ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതും കൂടെ പറയാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി സേതുവിന് വല്ലാത്ത ടെൻഷനായത് മറ്റൊന്നും ആയിരുന്നില്ല, പൂർണിമയുടെ ആ ഒരു കാര്യങ്ങളായിരുന്നു. പൂർണിമ വളരെ മോശമായ രീതിയിലാണ് സേതുവിനോട് സംസാരിക്കുന്നത്. സേതുവിനാണ് അയാൾ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. പൂർണിമയെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല സേതു. അച്ഛന്റെ കല്യാണത്തിന് വേണ്ട പൈസ വാങ്ങിച്ച പോലും, പക്ഷെ പൂർണിമ അതുപോലും നോക്കുന്ന പോലും ഇല്ല. എന്തിനാ മേടിച്ചേ എതും പോലും ചോദിച്ചില്ല. അല്ലാതെയാണ് സേതുവിനോട് ദേഷ്യപ്പെടുന്നത്. അവരുടെ വിചാരം സേതു ഇതിനു മുമ്പ് എന്തോ പലിശയ്ക്ക് പൈസ എടുത്തു, അങ്ങനെയുള്ള വിചാരത്തിലാണ് അവര് പറയണത് തന്നെ. പിന്നീട് പൂർണ്ണിമ അങ്ങോട്ട് മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേന് ഋതു സാധി എരിപുരി കയറ്റി കൊടുക്കാണ്ട് ചെല്ലുവാണ്. പിന്നീട് പറഞ്ഞു, അമ്മേ, അമ്മയ്ക്ക് നാണമുണ്ടോ? ഇന്ന് അയാൾ വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടോ, എന്നിട്ട് വീണ്ടും അവരെ ഇവിടെ കയറി താമസിപ്പിക്കാനായിട്ട്. അമ്മ ചെന്ന് പറ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാണ്. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അത് പിന്നെ ഞാൻ എങ്ങനെയാ? അമ്മയ്ക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, ഞാൻ ചെന്ന് പറയാന്ന് പറയാണ്. അവസാനം പൂർണ്ണിമ രണ്ടും കൽപ്പിച്ച് സേതുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇമാതിരി പരിപാടിയായിട്ട് ഇവിടെ മേലെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനും എന്റെ മക്കളും ഒക്കെ ഇവിടെ താമസിക്കുന്ന, ഞങ്ങൾക്ക് സ്വസ്ഥയെ സമാധാനത്തോടെ കഴിയണമെന്ന് പറയണം. അത് കേട്ടപ്പം സേതുവിന് വല്ലാത്ത സങ്കടമായിപ്പോയി. സേതു മുറിയിലേക്ക് വന്നിട്ട് ബാഗിനകത്തേക്ക് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാൻ തുടങ്ങിയ സമയത്ത് പല്ലവി അങ്ങോട്ട് വന്നു. പല്ലവി വന്നിട്ട്, എന്താ സേതുവട്ടെ കാണിക്കണമെന്ന് ചോദിക്കാം. ഇല്ല പല്ലവി, ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. ഞാൻ എന്തിനാ നിൽക്കണേ? ഇത്രയും നാള് എല്ലാരും കാത്ത് ഭൂതം പുണ്യമാക്കുന്ന പോലെ നിന്നു, പക്ഷെ അവസാനം എനിക്കിട്ട് കിട്ടാനുള്ള കിട്ടിയെന്ന് പറയണം. സേതുവേട്ടാ, എന്തൊക്കെ വന്നാലും സേതുവേണ്ണല്ലേ വന്നേ പറഞ്ഞ ഇവിടെ നിൽക്കും എന്നുള്ള കാര്യം. പിന്നെ സേതുവേണ്ണ ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാന്നേ? സേതുവേണ്ണ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം ചിഹ്നം ഭിന്നമായി പോകും, അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാണ്. അവസാനം ഒരു വിധത്തിൽ സേതുവിനെ പറഞ്ഞൊന്ന് അന്വയിപ്പിച്ച് നിർത്തുന്നുണ്ട് പല്ലവി. പല്ലവിക്ക് അറിയില്ലായിരുന്നു മുന്നോട്ട് ഇനി എങ്ങനെയാവും, എന്തായി തീരുമെന്നൊക്കെ. പൈസ ഒന്നും രണ്ടോ അല്ല, ലക്ഷങ്ങളാണ് കൊടുക്കാനുള്ളത്. അത് കൊടുത്തില്ലേ പണി പാളുകയും ചെയ്യും. ആ സമയം അച്ചു ഒരു കാര്യം തീരുമാനിച്ചു, ശ്രീഹരിക്ക് വേണ്ടിയിട്ട്. ശ്രീഹരിക്ക് ഒരു ജോലി വേണം, അപ്പോൾ ഓട്ടോ ഓടിക്കാൻ അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഓട്ടോ എടുത്ത് കൊടുക്കാന്ന്. അച്ചുവിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അക്കൗണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. അച്ചു എന്ത് ചെയ്യണം, അത് എടുത്ത് കുറെ സ്വർണ്ണം എല്ലാം കൂടെ വിറ്റിട്ട് ശ്രീഹരിക്ക് വേണ്ടിയിട്ട് ഒരു ഓട്ടോ എടുക്കണം. അത് സർപ്രൈസ് ആയിരുന്നു, ശ്രീഹരിയോട് പറഞ്ഞില്ല. ഓട്ടോ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് ശ്രീഹരിയോട് പറയണേ. അങ്ങനെ ശ്രീഹരിക്ക് ഓട്ടോ കിട്ടുവാണ്. ശ്രീഹരിക്ക് എന്തെന്നെല്ലാം സന്തോഷം, തനിക്കൊരു സ്ഥിര വരുമാനമായല്ലോ. അങ്ങനെ അവസാനം ഓട്ടോ വീട്ടിലേക്ക് വരുവാണ്. ഓട്ടോയും കൊണ്ട് ശ്രീഹരി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം എന്തെന്നില്ലാതെ സന്തോഷം ഉണ്ടായിരുന്നു അച്ചുവിന്. അച്ചു ശ്രീഹരി വന്നുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. അപ്പോഴേക്കുമാണ് പൂർണ്ണിമ അങ്ങോട്ട് വരുന്നത്. പൂർണ്ണിമ വന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ഒരു ഓട്ടോ വന്നിരിക്കുന്നു. ഓട്ടോയ്ക്കകത്തുനിന്ന് ശ്രീഹരി ഇറങ്ങുന്നു. ഓഹോ, അപ്പൊ ഇവന് ഓട്ടോ എടുത്തോ? സന്തോഷത്തോടു കൂടി പോന്നെ അച്ചുവിനെ കണ്ടപ്പം പൂർണ്ണിമ വെച്ച്, നീ എങ്ങോട്ടാന്ന് ചോദിക്കുക. അത് പിന്നെ ഞാന് ശ്രീഹരിയുടെ അടുത്തേക്ക്. ഓ, അവന് പുതിയ ഓട്ടോയൊക്കെ മേടിച്ചില്ലേ? നിനക്ക് നാണം ഉണ്ടോടി? പൊന്നുമടത്തിന്റെ വില കളയാനായിട്ടാണോ? ഒരു ഓട്ടോക്കാരന്റെ ഭാര്യയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ അവൻ ഈ ഓട്ടോയും തള്ളിപ്പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു ചോദിക്കുക. ഇത് കേട്ടതും നല്ല ദേഷ്യം വന്നു അച്ചുവിന്. അച്ചു പറഞ്ഞു, അമ്മ ഇത് എന്ത് വിചാരിച്ചാ? ഓരോ ജോലിക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. ശ്രീഹരി ഓട്ടോ അടിച്ചാൽ എന്താ കുഴപ്പമിരിക്കണേ? ഓ, ഇനിയിപ്പം
ശ്രീഹരി ഇവിടുന്ന് വെറുതെ ഫുഡ് കഴിക്കാന്ന് പറയില്ലോ. ഞാൻ ശ്രീഹരി ഇവിടുന്ന് വെറുതെ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട. നല്ല അധ്വാനിച്ച് തന്നെ ഞങ്ങള് ഇനി കഴിക്കാനായിട്ട് പോണേ. ഇവിടുത്തെ ചെലവിന്റെ വേണമെങ്കിൽ ഒരു ഭാഗം ഞങ്ങൾ തന്നോളാം. ശ്രീഹരിയുടെ എന്റെ ഓഹരി. ഇനി അതിന്റെ പേരിൽ ആരും കണക്ക് പറയണ്ടെന്ന് പറയാണ്. സ്വാതി ഋതുവും പറഞ്ഞ കാര്യങ്ങളാണ് അച്ഛന്റെ മനസ്സ് നിറയെ കിടക്കുന്നത്. ഇനി പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തരണമെങ്കിൽ ഇനി പറഞ്ഞാൽ മതി, എങ്ങോട്ട് പോകാനും ഞങ്ങൾ തയ്യാറാന്ന് പറഞ്ഞിട്ട് അച്ചു എന്ത് ചെയ്യാണ്, പൂജാമുറിയിൽ പോയി വിളക്കും ഇതൊക്കെ എടുത്തോണ്ട് വരികയാണ്. ആരതി ഒഴിയാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരികയാണ്. പിന്നീട് ഓട്ടെ ആരതിയൊക്കെ ഒഴിയുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പത്തിന് എന്തെന്തെല്ലാം സന്തോഷം തോന്നി ശ്രീഹരിക്ക്. പിന്നീട് അച്ചു ശ്രീഹരിയോട് ഇത് മതി, നമ്മുടെ ചെലവിനുള്ള ഇതിൽ നിന്ന് കിട്ടൂലേ, തൽക്കാലത്തേക്ക് ഇത് മതി ശ്രീഹരി. ഇപ്പൊ ശ്രീഹരിക്ക് സന്തോഷമായില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ട ശ്രീഹരി പറഞ്ഞു, ഇതിനെല്ലാം നന്ദി പറയേണ്ട ആരോടാന്നറിയോ? ഞാൻ അച്ഛനോടാ നന്ദി പറയേണ്ടതെന്ന് പറയാം. എന്തിന്? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നമ്മൾക്കിടയിൽ ഒരു നന്ദി പറച്ചിലിന്റെ കാര്യമുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കാണ് പല്ലവി ഒരുങ്ങി ഇങ്ങോട്ട് വരുന്നത്. പിന്നീട് പല്ലവി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ആദ്യത്തെ കന്യോട്ടം എന്റെ തന്നെ ആവട്ടെ എന്ന് പറയാണ്. എന്നെ നേരെ കോളേജിന്റെ അവിടെ കൊണ്ട് ഇറക്കാൻ പറയാണ്. അങ്ങനെ പല്ലവിനെ കയറ്റിക്കൊണ്ട് ശ്രീഹരി പോവാണ്. ഈ കാഴ്ച കണ്ടു അച്ഛന് എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഋതുവിനും സ്വാതിക്ക് ഇഷ്ടപ്പെട്ടില്ല. പൂർണിമയുടെ എന്നിട്ട് പറഞ്ഞു, ഇതിൽ പല ഒരു നാണക്കേട് വേറെ കിട്ടാനുണ്ടാമേ. ഓട്ടോ ഓടിക്കാൻ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ ആൾക്കാരുടെ മുന്നിൽ ഇനി എങ്ങനെ നിൽക്കും? തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ? മാധവമേനന്റെ മരുമാൻ വെറും ഒരു ഓട്ടോക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഇല്ലാന്ന് പറയണം. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവരിവിടുന്ന് ഇറക്കി വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് പൂർണിമേനെ എരിപരി കയറ്റുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇനി പൂർണിമ അവരെ ഇറക്കി വിടാൻ പോകുന്നില്ല. പക്ഷെ അച്ചു ചിലപ്പോൾ ശ്രീഹരിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ചെറിയ വീടാണല്ലോ അച്ചു പറഞ്ഞിട്ടുണ്ട്. സ്വസ്ഥതയും സമാധാനത്തോടെ കഴിയാൻ പറ്റുന്ന വീടാണെങ്കിൽ ഏറ്റവും നല്ല അതാന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഇനിയിപ്പം സേതുവിന്റെയും പല്ലവിയുടെയും കാര്യം എങ്ങനെയായി തിരുന്നെത്തില്ല. പൈസ കൊടുക്കണം, ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങൾ കൊടുക്കണം. ഇനിയിപ്പം പൂർണിമ സഹായിക്കുമെന്ന് പറയാൻ പറ്റില്ല. പൂർണിമ ഇനി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വഴിയുള്ളൂ സേതുവിന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് നടക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.